അത്രയൊക്കെ ഈമാനേ ഉള്ളൂ, ഇച്ചിരിയും കൂടെ പുതുക്കേണ്ടതുണ്ട്, കുറച്ചും കൂടെ അതില് വേണം നിനക്ക് ഈമാൻ എന്നൊക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ആ കുറവുള്ള ഭാഗത്ത് കുറച്ചും കൂടെ നീ ഇന്ന് ഈമാൻ നിറയ്ക്ക്. അതിനു വേണ്ടിയിട്ട് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് നിന്നെ ബോധ്യപ്പെടുത്തി തരാനാണ് അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ചില ആളുകളുണ്ട് ഒരു ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ അള്ളാഹിനെ പഴി പറയും. അതിലൂടെ മനസ്സിലാക്കാം അവന്റെ വിശ്വാസം എത്രയുണ്ടെന്ന്. ദാരിദ്ര്യം വരുമ്പോൾ, കച്ചവടത്തിലെ ലാഭത്തിന് പകരം നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹിനെ പഴി പറയുന്നവരുണ്ട്. അപ്പൊ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവൻ വിചാരിക്കും ഞാൻ ഇന്ന് മരിച്ച, ചില ആളുകളുണ്ട് പറയുന്നത്, ഞാൻ ഇന്ന് മരിച്ച ഞാൻ സ്വർഗത്തിലേ പോകത്തുള്ളൂ, എനിക്ക് ഖബറിൽ സന്തോഷമായിരിക്കും എന്ന് പറയും. എന്ത് കണ്ടുകൊണ്ടാ നീ പറയുന്നത്? ചില ആളുകൾ പറയുന്ന. അപ്പോഴാണ് അള്ളാഹു ഓരോരോ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോ കാലിൽ ചിലപ്പോ വെരിക്കോസിന്റെ പ്രശ്നങ്ങൾ അള്ളാഹു കൊടുക്കും, മനസ്സിലായി. അതുപോലുള്ള രോഗങ്ങൾ കൊടുക്കുമ്പോ പിന്നെ എന്താണോ, എന്റെ റബ്ബ് എന്തിനാണോ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഈ ജീവിതം വേണ്ടായിരുന്നു, മനസ്സിലായോ? അങ്ങനെ പറയുന്ന ചില ആളുകളില്ലേ. ഇവിടെ എന്താണ് നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം എത്രയുണ്ടെന്ന് നിന്റെ ഹൃദയത്തിൽ തന്നെ അള്ളാഹു നിന്നെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ മോനെ, നിനക്ക് കുറവുണ്ട്, നിനക്ക് ഈമാൻ കുറവുണ്ട്, നീ അള്ളാഹിലേക്ക് കുറച്ചും കൂടെ അടുക്കാനുണ്ട്, നിന്റെ ഈമാൻ ഇച്ചിരിയും കൂടെ ലോയാണ്, അത് ഇച്ചിരിയും കൂടെ ഫുൾ ചാർജ് ആക്കണം എന്ന് അള്ളാഹു പഠിപ്പിച്ചു തരുന്നതാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നാം എന്ത് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? അത് തരണം ചെയ്യാനുള്ള ഒരു ക്ഷമ നാം ഉണ്ടാക്കിയെടുക്കണം. ജീവിതത്തിൽ അള്ളാഹുവിനെ ഒരിക്കലും നാം പരീക്ഷണങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോഴും ഒന്നും നാം ചീത്ത പറയുകയോ ഒന്നും ചെയ്യരുത്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബ് ആ ഒരു പരീക്ഷണത്തിലൂടെ നിന്നെ പലതും പഠിപ്പിക്കുന്നതാണ്, മനസ്സിലായോ? അതിലെന്തെങ്കിലും ഒരു ഖൈറുണ്ട്. ആ പരീക്ഷണങ്ങൾ കഴിയുമ്പോഴായിരിക്കും നിനക്കൊരു വലിയ ഒരു സന്തോഷം അള്ളാഹു നൽകുന്നത്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയ ഒരു പരീക്ഷണം അള്ളാഹു നിന്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ പലതും നിന്നെ അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. ആ പഠിത്തം ഒരു വല്ലാത്ത പഠിത്തമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ഥാനത്തേക്ക് നിന്നെ അള്ളാഹു കൊണ്ടുവരുമ്പോ ദുനിയാവിലുള്ള ഒരു മഖ്ലൂക്ക് വിചാരിച്ചാലും നിന്നെ താഴ്ത്തിക്കെട്ടാൻ സാധിക്കൂല. കാരണം എന്തേ? ആ പരീക്ഷണത്തിലൂടെ അള്ളാഹു നിന്നെ പലതും പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചത് കൊണ്ട് ദുനിയാവിലുള്ള ഒരു വ്യക്തിക്കും, ഒരു മനുഷ്യനും നിന്നെ പിന്നെ താഴ്ത്താൻ കഴിയുകയില്ല. അതാണ് കാരണം. നിന്നെ നീയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത്, പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് തരട്ടെ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ